പാതിരാത്രിയായാലും നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഇന്നത്തെ രാത്രി എനിക്ക് ഉറക്കമില്ല വല്യച്ഛ. അതെന്താ? നിനക്കിന്ന് ഇവിടെ ശിവരാത്രിയാ? ഇന്ന് എനിക്ക് മാത്രമല്ല വല്യച്ഛനും ശിവരാത്രിയാ. തൽക്കാലം വല്യച്ഛൻ ഇവിടെ എത്തിയ വിവരം ആരും അറിയാൻ പാടില്ല. ഇനി വന്നേ, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ മനുവിന്റെ ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ പറ്റിയ അവസരം ഇതാണെന്ന്. എല്ലാം ഇന്ന് നേരിട്ട് കാണാൻ വല്യച്ഛ. നീ ചുറ്റി വളയാതെ കാര്യം എന്താണെന്ന് പറ ബാലു. അതൊക്കെ ഞാൻ മുറി ചെന്നിട്ട് എല്ലാം വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാർ മാറ്റിയിടാൻ പറഞ്ഞു. ഓപ്പറേഷൻ സക്സസ്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? 104-നകത്ത് എന്നെ ആക്കിയിട്ട് വലിച്ച മുറി പൂട്ടണം. ഓക്കെ, പൂട്ടിക്കോ. താക്കോൽ അവിടെ കൊണ്ടുവയ്ക്കുന്ന അവന്മാരെ അറിയരുത്. സൂക്ഷിച്ചു വേണം. ആ കാര്യം ഞാൻ ഏറ്റു. സോറി. ഇയാളെങ്ങനെ ഇവിടെ എത്തി? അതെ, ഇയാളെങ്ങനെ ഇവിടെ എത്തി? ബാല് കൊണ്ടുപോയ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി? അതെ, ഈ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി? എടാ നിന്നെ നീ ഇങ്ങോട്ട് മാറി. പിടികിട്ടി. എന്ത് പിടികിട്ടി? ഇത് അവര് തമ്മിലുള്ള ഒരു പ്ലേയാ. എന്റെ പ്ലേ പറയാം. ബാല് കൊണ്ടുപോകുന്ന താക്കോൽ നമ്പ്യാർ തിരികെ കൊണ്ടുവന്ന് വെക്കുന്നു. വീണ്ടും ബാല് കൊണ്ടുപോകുന്നു, നമ്പ്യാർ തിരികെ വെക്കുന്നു. അങ്ങനെ കൊണ്ടുവെക്കുന്നു. അത് എന്തിനാണെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അവര് തമ്മിലുള്ള ഒരു കളിയാണെന്ന്. എന്ത് കളി? ചുമ്മാ സമയം പോകാനായിട്ട് കിടന്നുറങ്ങടാ. അതായത് മനസ്സിലായില്ലേ? ഷേവിംഗ് ഫോം ഇതാരിവിടെ കൊണ്ടുവച്ചു. സ്പ്രേ. ഈ സ്പ്രേക്കൊക്കെ DTS സൗണ്ട് ആണല്ലോ. അല്ലേ വേണ്ട, അവിടെ ചെന്നിട്ടടിക്കാം. ഭാഗ്യം, എല്ലാരും ഉറങ്ങി. ഇവന്മാർ കിടന്നുറങ്ങിയാൽ മതിയല്ലോ, ഒന്നും അറിയണ്ട. 104 എല്ലാം ക്ലിയർ. ജീവ എന്താടാ? എടാ മനുസാർ വന്ന് താക്കോൽ എടുത്തോണ്ട് പോയി. ഏത് താക്കോല്? എടാ 104-ന്റെ താക്കോല് കൊണ്ടുപോട്ടെ. അതിന് നിനക്കെന്താ? എടാ സംഗതി കുഴയില്ലേ? എന്ത് കുഴയാൻ? ഇവന്റെ കാര്യം. എന്റെ കാര്യം കുഴയാനാ? ഞാൻ കിടന്നുറങ്ങാൻ വേണേ. എന്തു സുനാമിയെങ്കിലും ആവട്ടെ. ഹലോ, ഞാനാ മനു. റൂമിലെത്തി, വേഗം വാ. സർ വേണ്ട, എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ടെന്നേ, ഇവിടെ ഒന്നും ആരുമില്ല, എല്ലാരും ഉറക്കമായി. അല്ല അത് പിന്നെ എന്നെ ഡിസപ്പോയിന്റഡ് ആക്കരുത് പ്ലീസ്. വരണം, വന്നേ പറ്റൂ. ഞാൻ കാത്തിരിക്കുക. മോളെ രഞ്ജു, എന്തൊരുറക്കം.
വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അത് പോട്ടെ, എന്റെ പുന്നാര മരുമോൻ എവിടെ? മനു ഇവിടെ കിടന്നിരുന്നല്ലോ. ബാത്റൂമിലോ മറ്റോ പോയി കാണും. മനുവേട്ടാ, എന്റെ മോളെ അങ്ങനെ വിളിച്ചാലൊന്നും അവൻ കേക്കില്ല. അവൻ എവിടെയുണ്ടെന്ന് ഈ അച്ഛനറിയാം. അച്ഛൻ എന്തായി പറയുന്നേ? ഓ, പാതിരാത്രിയിൽ ഭാര്യയെ മുറിക്കകത്ത് ഉറക്കി കിടത്തിയിട്ട് മുങ്ങുന്നൊരു ഭർത്താവിനെയാണല്ലോ മോളെ നിനക്ക് കിട്ടിയത്. നീ ഇനി ഒന്നും പറയണ്ട, എല്ലാം നേരിട്ട് കണ്ടാലേ നിനക്ക് ബോധ്യാവുള്ളൂ. വന്നേ വാടി. ദേ നോക്ക്, വെറുതെ എന്നെ ക്ഷമ പരീക്ഷിക്കരുത്. തനിക്ക് എന്താ എത്ര പേടി? അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഒന്നേ പറ്റൂ. 5 എന്തൊക്കെയുണ്ട് അളിയാ? ബാലു എന്താ ഇവിടെ? ഞാനിവിടെ യൂറിൻ പാസ് ചെയ്യാൻ വന്നതാ. അളിയൻ എന്താ ഇവിടെ? ഞാനിവിടെ പറ എന്താ? നീ എന്തിന്റെ പുറപ്പാടാ? അളിയൻ എന്തിനുള്ള പുറപ്പാടാ? എനിക്കിവിടെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം. അളിയന് യൂറിൻ പാസ് ചെയ്യണോ? എന്താ ഒരു പുളിച്ച ചിരി? ബാലു, നീ രഞ്ജുവിനോട് പറയരുത്. കിടന്നിട്ട് ഉറക്കം എനിക്ക് തോന്നി. അതല്ല, അവൾ അറിയാതെ രഹസ്യമായിട്ട് 2 സ്മോൾ അടിക്കാൻ വേണ്ടി വന്നു. അതിപ്പോ രഞ്ജു അറിഞ്ഞാൽ എന്താ? അളിയന്റെ സ്മോൾ അടി പരസ്യമായ ഒരു രഹസ്യമല്ലേ? സ്മോൾ വന്നു, നമുക്ക് ഒരുമിച്ച് അടിക്കാം. അളിയ ബാലു വേണ്ട, ഞാൻ രഞ്ജുവിനോട് പറയില്ല. അളിയ ബാലു നീ പറയും, എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് അടിക്കണം. പിന്നെ വിളിക്കാം. പിന്നെ വാ. മോളല്ല, ബിഗ്ഗ വല്യച്ഛൻ. അമ്മാവനെപ്പോ വന്നു? ഇപ്പൊ പൊട്ടി വീണതേ ഉള്ളൂ. പെട്ടെന്നൊരു ആഗ്രഹം മരുമോനെ ശരിക്കൊന്ന് കാണണം. വരൂ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഈ 12-ാം മണിക്കൂറിൽ അവിടെ ആ മുറി ഉള്ളപ്പോൾ നിനക്ക് ഇവിടെ ഈ മുറിക്കകത്ത് എന്താ കാര്യം? അത് പിന്നെ ഏത് പിന്നെ? ആ മുറിയിലെ ബാത്റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല. ഈ മുറിയിലെ ബാത്റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നോണ്ടോ നോക്കാൻ വന്നാ. ഇത് നമ്മുടെ മുറിയല്ലേ? പാതിരാത്രിക്ക് നിനക്ക് എന്തിനാടാ പ്രഷർ? എന്താ ലൂസ് മോഷൻ? ഈ അമ്മാവന്റെ നീ മിണ്ടരുത്. തെണ്ടി, നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടാ ഞാനും ഇതുവരെ എത്തിയത്. പക്ഷെ ഇതുപോലെ ഒരു ചെറ്റത്തരം കാണിച്ചിട്ടില്ല. കെട്ടിയ പെണ്ണിനെ ഒറ്റയ്ക്ക് മുറിക്കകത്ത് ഉറക്കി കെടുത്തിയിട്ട് നീ ഇവിടെ പമ്മി ഒന്ന് കയറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ മാത്രല്ല, ഇവന് ഞാൻ കണ്ടു. അമ്മാവൻ എന്തൊക്കെയായി പറയുന്നത്? പറയാ മാത്രല്ല, ഇനി പ്രവർത്തിച്ച് ഞാൻ കാണിച്ചു തരാം. രഞ്ജു, നീയെങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. വേണ്ട, എനിക്കെല്ലാം ബോധ്യമായി. ഇത്രയും കാലം മനുവേട്ടനെ വിശ്വസിച്ച ഞാനാ മണ്ടി. എനിക്കിനൊന്നും കേൾക്കണ്ട. രഞ്ജു, നടന്ന കാര്യങ്ങളെല്ലാം നിന്നോട് മാത്രമായി പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്താം. വേണ്ട, നീ കുറെ കാലായി ഇവളോട് മാത്രമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഇപ്പൊ അവൾക്കെല്ലാം മനസ്സിലായി. രഞ്ജു, നീ ഇതിന് പിന്നെ ദുഃഖിക്കേണ്ടി വരും. അവള് ദുഃഖിക്കില്ല. ഇവളെ പൊന്നുപോലെ നോക്കുന്ന നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. അവരോട് തന്നെ കണ്ടുപിടിച്ച് കെട്ടിച്ച് കൊടുക്കും ഞാനിവളെ. നീ പോടാ, വാ മോളെ. രഞ്ജു, അവളെ വിളിക്കണ്ട, അവള് വരില്ല. ആ ചാപ്റ്റർ ക്ലോസ്ഡ്. ഗുഡ് ബൈ. എന്താ സാർ, എന്തു പറ്റി? എല്ലാം കുഴപ്പമായടാ. രഞ്ജു വളരെ ഫീൽ ചെയ്താ പോയത്. വേണ്ട, അകത്തോട്ട് കയറണ്ട. എനിക്ക് പറയാനുള്ളത് ഞാനത് പോണ്ടിച്ചേരിയിൽ വെച്ച് പറഞ്ഞു. നിനക്ക് പറയാനുള്ളത് നീയും പറഞ്ഞു. ഒടുവിലൊരു തീരുമാനവും. ഇനി നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് രഞ്ജുവിനെ കാണണം, അതിനാ ഞാൻ വന്നത്. രഞ്ജു ഉണ്ടായിരുന്നല്ലോ അവിടെ, നീയും കണ്ടതല്ലേ. അവൾക്ക് പറയാനുള്ളത് അവളും പറഞ്ഞു. ബാലു നിനക്കൊല്ലും പറയാനേ പറഞ്ഞു കൊടുക്കണം. എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. നീ പോടാ എന്നെ പാട്ടിന്. അമ്മാവ തമാശ കളിക്കാനുള്ള നേരമല്ലത്. രഞ്ജുവിനെ കണ്ടിട്ടേ ഞാൻ പോവും. എനിക്ക് അവളോട് സംസാരിക്കണം. പക്ഷേ അവൾക്ക് നിന്നോട് സംസാരിക്കണ്ടെങ്കിലോ? എല്ലാം കേട്ടോണ്ട് അകത്തിരിപ്പുണ്ട്. സംസാരിക്കാനോ പറയാനുണ്ടെങ്കിൽ ഇറങ്ങി വരില്ലേ? അവള് വന്നില്ലല്ലോ. നീ ഇനി ആരെ കാണാനീ നിക്കണേ? പിന്നൊരു കാര്യം, നീ നേരെ ആഫീസിലോട്ടാണ് പോകുന്നെങ്കിൽ അവിടെ പോയിട്ട് കാര്യമില്ല. ആ കസേര ഞാൻ മാറ്റിപ്പണിയാൻ കൊടുത്തു അല്ലേടാ. പിന്നെ കമ്പനി വക കുറച്ച് പണം ബാങ്കിൽ കിടപ്പില്ലേ, അത് ഞാനങ്ങ് മരവിപ്പിച്ചു. ഇനി നിനക്ക് 5 or 10 വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ തരാട്ടോ. നിങ്ങളൊരു മനുഷ്യനാണോ? അല്ലടാ, മൃഗം. കണ്ടാ മൃഗം. എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിലും നടക്കില്ല. രഞ്ജു എന്റെ ഭാര്യയാണെങ്കിൽ അവൾ എന്നോടൊപ്പം ജീവിക്കും. അവൾ എന്റെ മോളാണെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. കാണാം. കാണാം. നീ പോടാ, വാടാ. വന്നു. അടിതെറ്റി ആനയും വീഴുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മതയാനെ പോലെ മതിച്ചടക്കുന്ന മനസ്സാറ് വീഴുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിർത്തണം. ഒരു ലാർജിൽ അടിച്ചിട്ട് നിർത്തിയേക്കാം. ശവത്തി കുത്താനാണോ താൻ ഇവിടെ വന്നിരിക്കുന്നത്? അതിന് സാറ് ശവമായെന്ന് ആര് പറഞ്ഞു? യേശുക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേക്കും മനസ്സാറ്. സോറി, അല്ലെങ്കിൽ ഞങ്ങൾ എഴുന്നേൽപ്പിക്കും. അല്ലടകിച്ചു മതി, ഓവറാക്കണ്ട. മനസ്സാറെ, ഞാൻ ഓവർ ആയിട്ടില്ല. ഇപ്പൊ തന്നെ ഈ രാത്രിയിൽ രഞ്ജു ചേച്ചിനെ വിളിച്ചിറക്കണോ? ഞങ്ങൾ റെഡി. ഒന്ന് പോടാ. ഒരു ലാർജിൽ അടിച്ചിട്ട് ഞാൻ പൊക്കോളാം. അവളെ ഒന്ന് കാണാൻ കിട്ടുന്നില്ല, പിന്നെയാ വിളിച്ചിറക്കുന്നത്.
ഞാനൊന്ന് കണ്ട് സംസാരിച്ചാ മതി, എല്ലാം തീരും. പാവം പെണ്ണാവള്. എനിക്കറിയാം എന്നെ വെറുക്കാനൊന്നും പറ്റില്ല അവക്ക്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന്റെ അമ്മാവനാണല്ലോ ഇപ്പൊ അടഞ്ഞു നിൽക്കുന്നത്. അങ്ങേരെ പാട്ടിലാക്കാനുള്ള വഴിയാണ് ഇനി ആലോചിക്കേണ്ടത്. മനുസാറിനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി അങ്ങേരെ തന്നെ പെണ്ണിനെ കയ്യിലേക്ക് പിടിച്ചിടാനുള്ള വകുപ്പുണ്ടാക്കണം. പക്ഷെ എങ്ങനെ? അത് ആലോചിക്കാമല്ലോ. രണ്ടിലാർജിങ്ങ നിങ്ങൾ ഇരുന്ന് ആലോചിച്ച്. അല്ല കിച്ചു, മതി. രണ്ടെണ്ണം കഴിഞ്ഞാൽ നിർത്തി. പണച്ചാക്കുകൾ മാത്രം വരുന്ന ബാർ ഹോട്ടലാണിത്. അടിച്ച് പൂക്കൂറ്റിയായിട്ട് വരുന്നവന്റെ കയ്യിൽ പൂത്ത പണം കാണും. ഒറ്റയ്ക്ക് വരുന്നവരെ ഈ തോക്കിന്റെ മുറയിൽ നിർത്തി കയ്യിലുള്ളത് തൂത്ത് വാരിയെടുക്കണം. സത്യം, ഈ തോക്ക് കണ്ട കള്ളത്തോക്കാന്ന് തോന്നില്ലല്ലോ. ആ തോക്കുമ്പോ കള്ളത്തോക്കെന്ന് എഴുതി വെച്ചിട്ടുണ്ടാ. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ധൈര്യം കൈവിടരുത്. ആ ഒരുത്തം വന്നുണ്ട്. മിണ്ടിപ്പോകരുത്. നിങ്ങൾ ആരാ? അതോ ലോകം അണ്ടർവേൾഡ്. ചോദ്യങ്ങളൊന്നും ഇല്ലാത്ത വേണ്ട. മര്യാദക്ക് കൈകളൊന്നും എടുക്കടാ. എന്റെ കയ്യിലൊന്നുമില്ല. ഒന്നുമില്ലാണോ ബാർ ഹോട്ടലിൽ വെള്ളമടിക്കാൻ വന്നത്? മര്യാദക്ക് എടുക്കടാ. 250 കുഞ്ഞിനെ. ഇതെന്തിനാ കോലുമിട്ടായി വാങ്ങാനാ? ഞങ്ങളൊരു വേലർക്കല്ലേ കുണ്ടറയിലൊരു 5 മുതലാളിനെ പട്ടാപ്പകര് തട്ടിക്കൊണ്ടുപോയി തളർത്ത് കൊന്നില്ലേ? ഞങ്ങളുടെ പടം പത്രത്തിലായിട്ട് വായിച്ചില്ലേ? വായിച്ചു. ആ അങ്ങനെ ഫ്രീ ആയിട്ട് മരിക്കണമെങ്കിൽ കൈകളൊക്കെ എടുക്കടാ. എന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ കയ്യിൽ വാച്ചും മോതിരമൊക്കെ ഉണ്ട്. എടുക്കണേ. ഇതുപോലത്തെ പിച്ചക്കാശ് കൊണ്ട് മേലാ ബാറോട്ടിന് മുമ്പിൽ കണ്ടുപോയത് പിടിച്ചുപറി പാഴാശാനെ. ഇനി നമുക്ക് വില കിഡ്നാപ്പിംഗ് നോക്കാം. ഹലോ, ഒന്ന് നിന്നേ. സംഗതി സക്സസ് ആയാൽ പറഞ്ഞ തുക അമ്പതിനായിരം ഉടനെ കയ്യിൽ തരും. അതിരിക്കട്ടെ, ഞങ്ങൾ ഈ നമ്പ്യാരെ തട്ടിക്കൊണ്ട് വന്നാൽ അതിൽ നിങ്ങൾക്കുള്ള ലാഭം എന്താണ്? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നത്? അറിഞ്ഞിരിക്കണം. ഞങ്ങൾ തട്ടിക്കൊണ്ട നാളെ നിങ്ങൾ തട്ടിക്കളഞ്ഞ ഞങ്ങൾ സമാനം പറയണ്ടേ? അയ്യോ, തട്ടിക്കളയാനൊന്നുമല്ല. ഈ നമ്പ്യാർ എന്റെ മുതലാളിയാ. ചെറിയൊരു പിണക്കത്തിൽ അയാൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അയാളെ ഒന്ന് സോപ്പിട്ട് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറ്റിയാൽ എനിക്ക് ജോലിയിൽ തിരിച്ചു കയറാം. നിങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നു, ആ വിവരം ഞങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾ വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും. പിന്നൊരു കാര്യം, ഈ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുറച്ച് തല്ലൊക്കെ അത് കുഴപ്പമില്ല. ഈ തല്ല് ഞങ്ങൾക്ക് വളവാ. എല്ലാ സാറേ പിന്നെ ആ പ്രശ്നം സോൾവ്. എവിടെ നിന്നാണ് തട്ടിക്കൊണ്ട് വരുന്നത്? അഡ്രസ് വിത്ത് പ്രൂഫ്? അഡ്രസ് ഒന്നും വേണ്ട, ഞങ്ങൾ കൂടെ വരികയല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്നെ തട്ടിക്കൊണ്ടു പോരെ? ഞങ്ങൾ എങ്ങനെ തട്ടിയെടുക്കാനാ? ഞങ്ങളെ അവർക്ക് പരിചയമുണ്ടല്ലോ. അപ്പൊ ഞങ്ങളെ തിരിച്ചറിയില്ലേ? അതിന് നിങ്ങളെ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. അത് പിന്നെ തട്ടിക്കൊണ്ടുവരാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഉറക്കമില്ലാത്തതുകൊണ്ട് രാത്രി ഉറക്ക ഗുളിക കഴിച്ചിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. അയാൾ ഉറക്കുളിയ വിക്സ് ഗുളിക എന്തുവരെ കഴിച്ചോട്ടെ, പക്ഷെ ഞങ്ങൾ അയാൾക്ക് ക്ലോറോഫം കൊടുത്തിരിക്കും. ദാറ്റ് ഈസ് സത്യം ശിവം സുന്ദരം. ഓക്കെ എന്താണ്